നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ആ മാമ്പഴം കൊണ്ട് പുളിശ്ശേരി വയ്ക്കാൻ പോവാണ്. മാങ്ങാക്കാലം ചക്കക്കാലം വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ വീടുകളിലൊക്കെ കറികളായിട്ട് മാറാറുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഈ മാമ്പഴം തോല് കളഞ്ഞ് ഒരു കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഉള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു അര സ്പൂണോളം ഇട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ആ മാമ്പഴത്തിൻ്റെ കളർ വരാം. പിന്നെ കല്ലുപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് അവരവരെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. അത് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോൾ കൽച്ചട്ടിക്ക് ഒരു മൂടിയിട്ട് അത് ഇരുന്ന് വേവട്ടെ, അടുപ്പത്ത് ഇരുന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു അര സ്പൂണ് നല്ല ജീരകം, അതിനോടുകൂടി തന്നെ 2-3 പച്ചമുളക്, അത് പഴുത്തതാണ് ഞാൻ ഇട്ടേക്കണത്. ഇതിലേക്ക് നല്ല കട്ട തൈര്, അതും പുളിച്ച തൈരായിരിക്കണം കേട്ടോ. പുളിച്ച തൈരാണ് നല്ല സ്വാദ്. പശുമ്പാലിൻ്റെ തൈരാണെങ്കിൽ ഇനിയും നന്നാവും. ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം, പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. ഇപ്പോൾ മാമ്പഴം എന്തുണ്ട്, അതിലേക്ക് ഒരു അച്ച് ശർക്കര, ഇതാണ് ഇതിൻ്റെ സ്വാദ് കൂട്ടുന്ന ഒരു സാധനം. ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ശർക്കര അലിയുന്ന വരെ അത് വേവട്ടെ. ശർക്കരയും മാമ്പഴവും കൂടി വേവണം. ആ ശർക്കര അലിഞ്ഞ് മാമ്പഴത്തോടു കൂടി ചേരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്ത്, ഇപ്പോൾ മാമ്പഴം എന്തുണ്ട്, ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് നല്ല കട്ടിയിലാണ് അരച്ചിരിക്കുന്നത്. അരച്ചത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പണ്ടൊക്കെ അമ്മിയിൽ അരച്ചിട്ട് അമ്മി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു വിളമ്പേണ്ട രീതിയിലുള്ള കറി വരാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറി ഇതേമാതിരി പത വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക ആദ്യം. പിന്നെ ഉലുവയാണ് ഇതിൻ്റെ ഇനിയും കുറച്ചും കൂടി സ്വാദ് കൂട്ടുന്ന ഒരു സാധനം. അതിലേക്ക് 2-3 പഴുത്ത മുളകും അല്ലെങ്കിൽ ഉണക്കമുളക് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ വീട്ടിലുണ്ടായ മുളക് ഇട്ട് കൊടുത്തത്. കരുവേപ്പില ഇട്ട് നമുക്ക് താളിച്ച് ആ കുട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ മാതിരിയുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി അതിൻ്റെ ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ഉണ്ണാൻ അടിപൊളി സ്വാദാണ് ചോറുണ്ണാൻ. അപ്പോൾ നമുക്ക് വെറുതെ കൂടി കൂട്ടാട്ടോ ഈ കൂട്ടാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്ന് അത് കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി, ഈ മാമ്പഴം പിഴിഞ്ഞു കഴിക്കണം ചോറിലേക്ക്, അപ്പോഴാണ് അതിൻ്റെ സ്വാദം അറിയുക. അപ്പോൾ ഞാൻ ചൂടുള്ള കാരണം കൊണ്ട് എനിക്കത് പറ്റിയില്ല. മാമ്പഴ കൂട്ടാനും ഇരുമ്പാമ്പുളിങ്ങ കൂട്ടാനും ഉണ്ട്, കടുമാങ്ങ കറിയും പച്ചമാങ്ങ ചമ്മന്തിയും പപ്പടും കൂട്ടി നല്ലൊരു ഊണാണ് ഇന്നത്തെ. വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് മാമ്പഴക്കറി. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.